ഹായ് ഓൾ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൗരയൂഥം അഥവാ ഗാലക്സിയെ സംബന്ധിച്ചാണ്. സൂര്യൻ ഉൾപ്പെടുന്ന നമ്മുടെ മാതൃ ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം എന്നാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് 8. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമാണ് ശുക്രൻ. എന്നാൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് സിറിയസ്. ചന്ദ്രൻ്റെ ലാറ്റിൻ നാമമാണ് ലൂണ. യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഹെർഷൽ. അദ്ദേഹം 1781 മാർച്ച് 13 യുറാനസ് എന്ന ഗ്രഹത്തെ കണ്ടുപിടിച്ചത്. ഏറ്റവും വലിയ അഗ്നിപർവ്വതമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗാലക്സിയാണ് ആൻഡ്രോമീഡ. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. പോളണ്ടിലുള്ള ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കണ്ടെത്തിയ ഗ്രഹമാണ് യുറാനസ്. 1994 വ്യാഴം ഗ്രഹത്തിൽ പതിച്ച വാൽനക്ഷത്രമാണ് ഷുമാക്കർ ലെവി. 1994 ജൂലൈയിൽ വ്യാഴഗ്രഹത്തിൽ പതിച്ച വാൽനക്ഷത്രമാണ് ഷുമാക്കർ ലെവി 9. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. സൗരയൂഥത്തിലെ ഏറ്റവും ആഴമേറിയ താഴ്വരയായ വാലിസ് മരിനസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ ഗ്രഹത്തിലാണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. യുറാനസിൻ്റെ ഉപഗ്രഹമായ മിറാൻഡ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ജെറാൾഡ് കേപ്പൻ. 1948 ഇദ്ദേഹം കണ്ടെത്തിയത്. വലിയ ചുവന്ന പൊട്ട് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. എന്നാൽ വലിയ കറുത്ത പൊട്ട് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. നെപ്റ്റ്യൂൺ ഗ്രഹത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോഹൻ ഗാലി. 1846 അദ്ദേഹം കണ്ടെത്തിയത്.